IBS എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ പലപ്പോഴും പല ടെസ്റ്റൊക്കെ ചെയ്താലും ഈ ഒരു IBSൽ പലപ്പോഴും അങ്ങനെ വ്യത്യാസങ്ങളൊന്നും കാണപ്പെടാറില്ല. എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ ആളുകളിൽ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അസുഖമാണ് ഈ IBS എന്ന് പറയുന്നത്. IBSൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ വരുന്നതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോവുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റ് പോവുക, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് ടോയ്ലറ്റ് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ടോയ്ലറ്റ് പോകേണ്ടി വരിക. ഇനി പോയി കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തിയില്ലായ്ക വരിക, അല്ലെങ്കിൽ ഇനി തീരെ പോവാതിരിക്കുക, നമുക്ക് 2-3 ദിവസം ഒരു നിത്യശോധന ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വയറിങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ IBSൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടാറുണ്ട്. ഈ IBS വിവിധ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വിവിധ ടൈപ്പുകൾക്കനുസരിച്ച് നമ്മൾ ഈ ഒരു IBSൻ്റെ ലക്ഷണങ്ങൾ പലതും മിക്സായിട്ടും, അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാത്രമായിട്ട്, അതായത് ശോധന ഇല്ലാത്തൊരവസ്ഥയൊക്കെ നമ്മൾ ഈ ഒരു IBSൻ്റെ ലക്ഷണമായിട്ട് തന്നെ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം ടോയ്ലറ്റ് പോകുന്നതായും നമ്മൾ ഈ ഒരു IBSൻ്റെ മറ്റൊരു ടൈപ്പായിട്ടും കാണപ്പെടാറുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ മിക്സ്ഡ് ടൈപ്പായിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ ഇനി ക്ലാസിഫൈഡ് അല്ലാതെ, അതായത് ഈ ഒരു പറഞ്ഞ ലക്ഷണമൊന്നും അല്ലാത്ത ബുദ്ധിമുട്ടുകൾ വരുന്നതിന് നമ്മൾ IBSൻ്റെ ഗണത്തിലാണ് പെടുത്താറ്.